Dear students, today we have our English class and we are going to study a poem called The Quarrel, which is written by Elno Fergione. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽനോ ഫെർജിയോൺ എന്ന് പറയുന്ന ഒരു പോയറ്റ് എഴുതിയ ദ ക്വാറൽ എന്ന് പറയുന്ന ഒരു പോം ആണ്. എല്ലാവർക്കും അറിയാം ക്വാറൽ എന്ന് പറഞ്ഞാൽ എന്താണ്. വാട്ട് ഈസ് ക്വാറൽ? എ ഫൈറ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ മോർ ദാൻ ടു പീപ്പിൾ, ഒന്നോ അതിലധികമോ ആൾക്കാർ തമ്മിൽ നടത്തുന്ന ഒരു ഫൈറ്റിനെയാണ് നമ്മൾ ക്വാറൽ എന്ന് പറയുന്നത്. ആ ഫൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ സുപരിചിതമാണ് അല്ലേ? വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും ബ്രദറും തമ്മിൽ ഒക്കെ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടാറുണ്ട്. എന്നാൽ ആ വഴക്കൊന്നും അധിക നേരം നീണ്ടു നിൽക്കത്തില്ല. നിങ്ങളിപ്പം സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ കൂടി വന്ന 1 മണിക്കൂർ അല്ലെ അരമണിക്കൂർ അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബ്രദറും ബ്രദറും ഒക്കെ ആയിട്ട് കളിക്കാനും കൂടാനും ചിരിക്കാനും ഒക്കെ പോകും. അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഈ എൽനോ ഫെർജിയോൺ എന്ന് പറയുന്ന പോയറ്റ് തൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് റീകോൾ ചെയ്തിരിക്കുകയാണ് ഈ ദ ക്വാറൽ എന്ന് പറയുന്ന ഈ പോമിലൂടെ. It is a common for brothers and sisters to quarrel, although sometimes they may not even be able to say why they quarrel. എന്തിനാണ് ഇങ്ങനെ ഒരു വഴക്കിട്ടെന്ന് പോലും ചിലപ്പോൾ അതിൻ്റെ ആരംഭം എന്താണ്, അതിൻ്റെ തുടക്കമെന്ന് ആലോചിച്ചാൽ വെരി സിമ്പിൾ, വെരി സില്ലി തിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബട്ട് ഹൗ ലോങ് ഡു സച്ച് ക്വാറൽസ് ലാസ്റ്റ്? ഹൗ ഡു ദേ എൻഡ്? നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള വഴക്കുകൾ അധിക നേരം ലാസ്റ്റ് ചെയ്യുന്നവ ആയിരിക്കുകയില്ല. അതായത് സിബ്ലിങ്സ് തമ്മിലുള്ളതോ ഫ്രണ്ട്സ് തമ്മിലുള്ളതൊക്കെ ആയിട്ടുള്ള നിസ്സാര വഴക്കുകളൊക്കെ വളരെ വേഗത്തിൽ അവസാനിക്കുന്നവയാണ്. ഇത് കുട്ടികൾ തമ്മിലുള്ള വഴക്കിനെ കുറിച്ചാണ് ഇവിടെ എൽനോ ഫെർജിയോൺ എന്ന് പറയുന്ന പോയറ്റ് സംസാരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹി ടെൽസ് ഇൻ ദിസ് പോം. I quarreled with my brother. I don't know what about. One thing led to another and somehow we fell out. The start of it was light. The end of it was strong. He said he was right. I knew he was wrong. What is the first stanza tells about? I quarreled with my brother. ഞാൻ എൻ്റെ സഹോദരനോട് ക്വാറൽ ചെയ്തു. എന്തിനാണ്? ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട്. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു ക്വാറൽ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട്. വൺ തിങ് ലെഡ് ടു അനദർ. ഒന്ന് ചെറിയ കാര്യത്തിൽ തുടങ്ങി ഒന്നിൽ നിന്ന് കലാശിച്ച് രണ്ടാമത്തേൽ പോയി മൂന്നാമത്തേൽ പോയി അങ്ങനെ അത് നീണ്ട് പോയി. വൺ തിങ് ലെഡ് ടു അനദർ ആൻഡ് സംഹൗ വി ഫെൽ ഔട്ട്. അങ്ങനെ നമ്മൾ ഫൈറ്റ് കൂടി രണ്ടുപേരും താഴെ വീണു. ഫെൽ ഔട്ട് മീൻസ് താഴെ വീണു എന്നുള്ള അർത്ഥം തന്നെയാണ്. ദ സ്റ്റാർട്ട് ഓഫ് ഇറ്റ് വാസ് ലൈറ്റ്. ഞങ്ങളുടെ തുടക്കം, വഴക്കിൻ്റെ തുടക്കം, ക്വാറലിൻ്റെ ആരംഭം ചെറിയ സ്ലൈറ്റ് സില്ലി ആയിട്ടുള്ളൊരു കാര്യത്തിനായിരുന്നു. ദ എൻഡ് ഓഫ് ഇറ്റ് വാസ് സ്ട്രോങ്. എൻഡ് ഓഫ് ഇറ്റ് വാസ് സ്ട്രോങ്. ദാറ്റ് ഈസ് വൈ ദേ ഫെൽ ഔട്ട് അല്ലേ? സ്ട്രോങ് ആയി. അവസാനം വഴക്ക് കാര്യമായപ്പോൾ അവരെങ്ങനെയായി? അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി ഫെൽ ഔട്ടായി. ഹീ സെഡ് ഹീ വാസ് റൈറ്റ്. അവൻ പറഞ്ഞു അവൻ്റെ ഭാഗമാണ് ശരിയെന്ന്. ഐ ന്യൂ ഹീ വാസ് റോങ്. പക്ഷേ എനിക്കറിയാം അവൻ തെറ്റാണ്. അപ്പം മറ്റവനും എന്തായിരിക്കും വിചാരിക്കുന്നത്? എൻ്റെ ബ്രദർ ചെയ്തത് തെറ്റാണ്, ഞാനാണ് ശരിയെന്ന് അവനും വിചാരിക്കുന്നുണ്ട്. ബട്ട് ഇത് ഫസ്റ്റ് സ്റ്റാൻസ. ഐ ക്വാറൽ വിത്ത് മൈ ബ്രദർ. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട്. വൺ തിങ് ലെഡ് ടു അനദർ ആൻഡ് സംഹൗ വി ഫെൽ ഔട്ട്. ദ സ്റ്റാർട്ട് ഓഫ് ഇറ്റ് വാസ് ലൈറ്റ്. ദ എൻഡ് ഓഫ് ഇറ്റ് വാസ് സ്ട്രോങ്. He said he was right. I knew he was wrong. We hated one another. വഴക്ക് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മിണ്ടാതിരിക്കും അല്ലേ? പിണങ്ങിയിരിക്കും. അപ്പം വി ഹേറ്റഡ് വൺ അനദർ. അപ്പം നമുക്ക് അവൻ്റെ കുറവുകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററാണ് വഴക്കിട്ടെങ്കിൽ നമ്മുടെ സിസ്റ്ററിൻ്റെ കുറവുകൾ, ബ്രദറാണ് വഴക്കിട്ടെങ്കിൽ ബ്രദറിൻ്റെ കുറവുകൾ മാത്രമേ നമ്മൾ. സോ വി ഹേറ്റഡ് വൺ അനദർ. ഞങ്ങൾ രണ്ടുപേരും വെറുപ്പോടുകൂടി ആയി അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്തു. ദ ആഫ്റ്റർനൂൺ ടേൺഡ് ബ്ലാക്ക്. ദ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള സംഭവം അത് ബ്ലാക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഇരുണ്ടെന്നാണോ അർത്ഥം? നോ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ദർ ഈസ് നോ ടോക്കിംഗ് വിത്ത് ഈച്ച് അതർ. ഈ ബ്രദറുമായിട്ടോ അല്ലെ സിസ്റ്ററും ബ്രദറുമായിട്ടോ ഒന്നും സംസാരമില്ല. അവിടെ സൈലൻസ് ആയി. സോ ഇറ്റ് ടേൺഡ് ബ്ലാക്ക്. അതുകൊണ്ട് ആ നിശബ്ദമായ മൂകമായ ആ അന്തരീക്ഷത്തിനെയാണ് അവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത്, അല്ലാതെ അവിടെ ഇരുട്ട് വന്നു എന്നുള്ള അർത്ഥം അല്ല. വി ഹേറ്റഡ് വൺ അനദർ. ദ ആഫ്റ്റർനൂൺ ടേൺഡ് ബ്ലാക്ക്. Then suddenly my brother thumped me on the back and said, "Oh, come along. We can't go on all night." I was in the wrong, so he was in the right. പക്ഷേ ഈ ബ്ലാക്കായിട്ട് ഈ അന്തരീക്ഷ നിശബ്ദതയായിട്ട് നിന്നത് അധിക സമയം നീണ്ടു നിന്നില്ല.
ദെൻ സഡൻലി മൈ ബ്രദർ തംബ്ഡ് മീ ഓൺ ദ ബാക്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെ ബ്രദർ എൻ്റെ പുറത്ത് വന്ന് പാറ്റഡ് മീൻസ് തട്ടി, കുട്ടി വിളിക്കും. നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ തട്ടുമല്ലേ, നല്ല ആശ്വാസം കൊടുക്കാൻ നേരമൊക്കെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ തലോടും അല്ലെങ്കിൽ തട്ടും. എൻ്റെ ബ്രദർ വന്നിട്ട് എൻ്റെ പുറത്തിങ്ങനെ തട്ടി. ദെൻ സഡൻലി മൈ ബ്രദർ തംബ്ഡ് മീ ഓൺ ദ ബാക്ക് ആൻഡ് സെഡ്, ഓ കം അലോങ്, വി കാൺഡ് ഗോ ഓൺ ഓൾ നൈറ്റ്. നമുക്കിങ്ങനെ വഴക്കിട്ടിട്ട് രാത്രി മുഴുവൻ നമുക്ക് ഇരിക്കാനായിട്ട് വരില്ല, വരൂ എന്ന് പറഞ്ഞ് ബ്രദർ വന്ന് വിളിച്ചു. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ഐ വാസ് ഇൻ ദ റോങ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, നിൻ്റെ ഭാഗം ശരിയാണ്. സോ ഹി വാസ് ഇൻ ദ റൈറ്റ്, നീയാണ് ശരി എന്ന് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ മറ്റേയാൾക്ക് പിന്നെ സംസാരിക്കാനായിട്ട് ഇടമില്ല. അങ്ങനെ അവർ വീണ്ടും ഒന്നായി തീർന്ന് സ്നേഹത്തോടെ കഴിയുന്ന ഒരവസ്ഥ. ഒരു ക്വാറൽ തുടങ്ങാൻ എളുപ്പമാണ്, തുടങ്ങി അത് അവസാനിച്ച് കഴിയുമ്പോൾ അധിക നേരം നീണ്ടു നിൽക്കാതെ വീണ്ടും അവരൊന്നിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് എൽനോർ ഫെർജിയോൺ എന്ന് പറയുന്ന പോയറ്റ് ഈ പോമിലൂടെ നിങ്ങളോട് പറയുന്നത്. വൺസ് അഗെയിൻ ലുക്ക് അറ്റ് ദ പോം. ഐ ക്വാറൽഡ് വിത്ത് മൈ ബ്രദർ. I don't know what about. One thing led to another, and somehow we fell out. The start of it was slight, the end of it was strong. He said he was right, I knew he was wrong. We hated one another. The afternoon turned black. Then suddenly my brother thumped me on the back and said, oh, come along. We can't go on all night. I was in the wrong, so he was in the right. ഈ പോം വളരെ സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് നോക്കി. ബർദർ, അനദർ, എബൌട്ട്, ഔട്ട്, സ്ലൈറ്റ്, റൈറ്റ്, സ്ട്രോങ്, റോങ്. അത് തന്നെയാണ് ഇവിടെ പിന്നെയും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എഴുതാനായിട്ട് മറക്കരുത്. നോട്ട്ബുക്കിലേക്ക് റൈമിംഗ് വേർഡ്സ് കോപ്പി ചെയ്യണം. നെക്സ്റ്റ് പേജിൽ എക്സസൈസ് പേജാണ്. ആ പേജിലേക്കൊന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് വിത്ത് ദ ഫോം. വിത്ത് യുവർ പാർട്ട്ണർ ട്രൈ ടു ഗസ് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഫ്രേസ്. ഈ കൊടുത്തിരിക്കുന്ന അണ്ടർലൈൻഡ് ഫ്രേസിൻ്റെ മീനിങ് എന്താണ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ആൻഡ് സംഹൗ വി ഫെൽ ഔട്ട്. ആൻഡ് സംഹൗ വി ഫെൽ ഔട്ട്. എപ്പോഴായിരുന്നു അത് ഫെൽ ഔട്ട് ആയത്? ഫെൽ ഔട്ട് ആയത് അവർ സ്ലൈറ്റ് തിങ്ങിൽ തുടങ്ങിയല്ലേ? ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വൺ തിങ് ലെഡ് ടു അനദർ ആൻഡ് സംഹൗ വി ഫെൽ ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വാറൽ ഇസ് എ പോം റിട്ടൺ ബൈ എൽനോർ ഫെർജിയോൺ. Who wrote the poem? The Quarrel is a poem written by Elinor Fergione. In this poem, the poet recalls or narrates. In this poem, the poet recalls or narrates the incidents of his childhood. Where? W-H-E-R-E. Where? He and his brother were on a fight. The start of the fight was slight. But end of the fight was strong, and somehow we fell out. We fell out means to cause a fall. അതാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ താഴേക്ക് അവർ വീണു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ The Quarrel is a poem written by Elinor Fergione. In this poem, the poet recalls the incidents of his childhood where he and his brother were on a fight, and the start of the fight was slight, but the end of the fight was strong. That causes them to fall. Second one, the afternoon turned black. Afternoon ഇരുണ്ട് പോയി എന്ന് പറഞ്ഞതിന് അർത്ഥം ആഫ്റ്റർനൂൺ കറുത്തതായിപ്പോയെന്നോ ഇരുട്ട് വന്നെന്നോ ഒന്നും അല്ല അർത്ഥം. അവിടെ നിശബ്ദതയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. The Quarrel is a poem written by Elinor Fergione. In this poem, the poet recalls the incidents of his childhood where he and his brother had a fight. After the fight, they became enemies. ഇവിടെയാണ് ശ്രദ്ധിക്കണം. After the fight, they became enemies and hated each other. And so they didn't talk. To each other. So there is silence in the air. That is the expression given, turned black. ഇവിടെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടേൺഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സൈലൻസ് ഉണ്ടായിരുന്നാ, അല്ലാതെ ഇരുണ്ടു എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ എന്താണ്? വാട്ട് ഇസ് ആൻസർ?
The Quarrel is a poem written by Eleanor Forgione. In this poem, the poet recalls the incident of his childhood where, W-H-E-R-E, where he and his brother had a fight. In that fight, the fight started with silly things but ended with very strong things, and after the fight they became enemies and hated each other and didn't talk to each other. So there is silence in the air that makes the afternoon turned black. Read these lines from the poem. One thing led to another. The start of the fight was silly thing, but one thing led to another. The start of it was light, the end of it was strong. The afternoon turned black, thumped me on the back. Discuss with your partner what these lines mean. ഈ മീനിങ് ഈ ലൈൻസിൻ്റെ ഒക്കെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതൊന്ന് നിങ്ങൾ റീഡ് ചെയ്യുക വിത്ത് ദ ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങൾ നോക്കണം. ഇനി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഇവിടെ തരികയാണ്. ഡിസ്ക്രൈബ് എ റീസെൻറ്റ് ക്വാറൽ ദാറ്റ് യു ഹാവ് ഹാഡ് വിത്ത് യുവർ ബ്രദർ, സിസ്റ്റർ ഓർ ഫ്രണ്ട്. ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? വാട്ട് ഡിഡ് യു ക്വാറൽ അബൌട്ട്? ഹൗ ഡിഡ് ഇറ്റ് എൻഡ്? മനസ്സിലായല്ലോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അസൈൻമെൻ്റ് ആണ്. നിങ്ങളും നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ സുഹൃത്തുമായോ ഒരു വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു, ഫ്രണ്ട്ഷിപ്പിലാണോ സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ എങ്ങനെയാണെന്നുള്ളത് ഒരു 10 ലൈൻസ് 10 സെൻറ്റൻസസ് ഈസ് നീഡഡ്. ഒരു 10 സെൻറ്റൻസിൽ നമുക്കൊരു ചെറിയ പാരഗ്രാഫിൽ ഈ ദ ക്വാറൽ എന്ന ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം. അതാണ് നിങ്ങളുടെ അസൈൻമെൻ്റായിട്ട് ഈ ലെസണിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ആ അസൈൻമെൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ആ റൈമിംഗ് വേർഡ്സ് തന്നു കഴിഞ്ഞു. അപ്പം വാട്ട് യു ഹാവ് ടു ഡു ഈസ് ടു read or recite the poem so many times read ചെയ്യുക. റീഡ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ മനസ്സിലാക്കുക.